നമ്മളിനി നോക്കാൻ പോകുന്നത് നമുക്കൊരു ഗ്രാമർ തന്നിരിക്കുന്ന സമയത്ത് അതിനെ ഓട്ടോമേഷനായിട്ട് അല്ലെങ്കിൽ ഫൈനൈറ്റ് ഓട്ടോമേറ്റയിലോട്ട് എങ്ങനെ വരയ്ക്കുമെന്നാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഗിവ് ദ ഓട്ടോമേഷൻ ഫോർ ദ ഫോളോയിങ് ഗ്രാമർ. എസ് ടെൻസ് ടു 0s/1a/1, എ ടെൻസ് ടു 0a/1a/0/1. അപ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റിലേ ചെയ്യേണ്ടത്, ഞാൻ ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന ട്രാൻസിഷൻ ഉണ്ടല്ലോ, ആ ട്രാൻസിഷൻ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ആ ഗ്രാമറിൽ നിന്ന് എഴുതുകയാണ് വേണ്ടത്. അതായത് എസ് ടെൻസ് ടു 0s നമുക്ക് എങ്ങനെ എഴുതാം? del of S0 = S എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അതായത് എസ് ടെൻസ് ടു 0s നമ്മൾ എങ്ങനെ എഴുതി? del of S0 = S എന്ന് പറഞ്ഞ് എഴുതി. അതായത് എസ്സിന് 0 എടുക്കുമ്പം S കിട്ടും. ആ രീതിക്ക് നമ്മൾ എഴുതണം. അതിനുശേഷം എസ് ടെൻസ് ടു 1a ഞാൻ ഇങ്ങനെ എഴുതി, del of S1 = A എന്ന് പറഞ്ഞിട്ട് എഴുതണം. അതിനുശേഷം എസ് ടെൻസ് ടു 1 എന്ന് പറഞ്ഞ് ഒരെണ്ണം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിരിക്കുന്നതെന്ന് നോക്കി. del of S1 = a ന്യൂ സ്റ്റേറ്റ് B. അതായത് ഞാൻ എസ് ടെൻസ് ടു 1 ഞാൻ എങ്ങനെ എഴുതി? del of S1 എന്ന് എഴുതി. അപ്പം അത് ഒരു പുതിയ സ്റ്റേറ്റ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് B എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലോട്ടാണ് ഈ എസ് ടെൻസ് ടു 1 പോകുന്നതെന്ന് ഞാൻ കൊടുത്തു. അതിനുശേഷം എ ടെൻസ് ടു 0a ഞാൻ del of A0 എന്ന് പറഞ്ഞ് എഴുതും. അപ്പം del of A0 = A. അതാണ് എ ടെൻസ് ടു 0a. പിന്നെ അടുത്തത് എ ടെൻസ് ടു 1a. എ ടെൻസ് ടു 1a ഞാൻ del of A1 എന്ന് പറഞ്ഞ് എഴുതും, = A. എ ടെൻസ് ടു 1a എങ്ങനെ വന്നു? del of A1 = A എന്ന് പറഞ്ഞ് വന്നു. അടുത്തത് എ ടെൻസ് ടു 0 ആണ്. എ ടെൻസ് ടു 0 ഞാൻ എങ്ങനെ എഴുതി? del of A0 = ന്യൂ സ്റ്റേറ്റ്. ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ന്യൂ സ്റ്റേറ്റ് ഇല്ലേ, ആ സ്റ്റേറ്റിലോട്ട് കൊടുക്കും del of A0 B എന്ന് പറയുന്ന ന്യൂ സ്റ്റേറ്റിലോട്ട്. അടുത്തത് del of A1, അതായത് എ ടെൻസ് ടു 1. അപ്പം ഞാൻ അതിന് ഇങ്ങനെ കൊടുത്തു. അതിനെ ഒരു പുതിയ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പുതിയ സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റിലോട്ട് കൊടുക്കും. del of A1 = ന്യൂ സ്റ്റേറ്റ്, B. അതിനുശേഷം ഞാൻ ഇപ്പോൾ എഴുതിയ ട്രാൻസിഷൻ ഫങ്ഷൻസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ഫൈനൈറ്റ് ഓട്ടോമാറ്റ വരയ്ക്കും. ഫസ്റ്റ് എൻ്റെത് എങ്ങനെയാണ്? del of S0 = S. അതായത് എസ്സിന് 0 കൊടുക്കുമ്പോൾ S തന്നെ വരും. അപ്പം ഫസ്റ്റിലെ ഒരു S എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് കൊടുക്കുക. അതിന് ഇൻപുട്ടായിട്ട് 0 വരുമ്പം S തന്നെ വരുമെന്ന് പറഞ്ഞ് സെൽഫ് ലൂപ്പ് വരയ്ക്കുക. പിന്നെ del of S1 = A. അതായത് ഈ എസ്സിന് 1 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുമ്പം A ആണ് കിട്ടുന്നത്. എന്ത് ചെയ്യും? പുതിയൊരു സ്റ്റേറ്റ് A ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് S ടെൻസ് ടു A എന്ന് പറഞ്ഞ് അവിടെ ഞാൻ വരയ്ക്കും. അതിനുശേഷം del of S1 = B. അതായത് എസ്സിന് 1 കൊടുക്കുമ്പം വേറൊരെണ്ണം കൂടെ കിട്ടും, B. അപ്പം ഞാൻ എന്ത് ചെയ്യും? അടുത്ത ഞാൻ ക്രിയേറ്റ് ചെയ്ത സ്റ്റേറ്റ് ഇല്ലേ, B, ആ ഒരു പുതിയതായിട്ടുള്ളൊരു സ്റ്റേറ്റ് വരച്ചിട്ട് അതിനെ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കണം. അതായത് നമ്മളിവിടെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് വേണം നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കാൻ. അതുകൊണ്ട് S ടെൻസ് ടു 1 എന്ന് പറഞ്ഞിട്ട് B എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊടുത്തു. അതിനുശേഷം എന്താണ്? del of A0, അതായത് എക്ക് 0 കൊടുക്കുമ്പോൾ A ആണ് കിട്ടുന്നത്. അപ്പം ഞാൻ എക്ക് സെൽഫ് ലൂപ്പ് കൊടുത്ത് അവിടെ 0 കൊടുക്കും. അതേപോലെ തന്നെ del of A1, എക്ക് 1 കൊടുക്കുമ്പോഴും A ആണ് കിട്ടുന്നത്. അപ്പം 0,1 എന്ന് ആ സെൽഫ് ലൂപ്പിനകത്ത് കൊടുക്കും. അതിനുശേഷം del of A0 എന്ന് പറയുന്നത് ഒരു ന്യൂ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യും? ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ Bയിലോട്ട് ഒരു ആരോ വരച്ചിട്ട് അവിടെ 0 കൊടുക്കും. del of A1 എന്ന് പറയുമ്പോഴും ഒരു ന്യൂ സ്റ്റേറ്റ് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ആ വരച്ചിരിക്കുന്നിടത്ത് ആ Bയിലോട്ട് വരച്ച ആരോയിലോട്ട് നമ്മളൊരു 1 കൂടെ എഴുതും. അപ്പം 0,1. ഇതേപോലെയാണ് നമുക്കൊരു ഗ്രാമർ തന്നിരിക്കുമ്പം ആ ഗ്രാമറിനെ ഫൈനൈറ്റ് ഓട്ടോമാറ്റയിലോട്ട് മാറ്റുന്നത്.